ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണം. കാരണം നമ്മൾ കയ്യിലൊരു സിസ്റ്റ് വന്നായിട്ടുണ്ടായിരുന്നു. സോ ഐ നോ ഓൾറെഡി, ബട്ട് അത് ഞാൻ ഡയഗ്നോസ് ചെയ്യാതെ കൊണ്ടുനടന്നു. ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ പോയപ്പോൾ സോ അത് വേറൊരു ലെവലായിട്ടിരിക്കുകയായിരുന്നു. സോ സർജറി കഴിഞ്ഞു, അത് റിമൂവ് ചെയ്തു, ബയോപ്സിക്ക് കൊടുത്തു. അങ്ങനെ ബയോപ്സി റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് വന്നതിൽ നോൺ ക്യാൻസറസ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഹിമാൻജിയോമ എന്ന് പറഞ്ഞ ഡിസീസായിരുന്നു. സോ അത് റിമൂവ് ചെയ്തു. ഞാനിപ്പോൾ ഓക്കെയാണ്. പക്ഷേ ഒരു 1.5 മാസത്തെ റെസ്റ്റ് വേണം. വെയിറ്റ് ട്രെയിനിങ് ഒന്നും പാടില്ല. മസിൽസിലുള്ള കുറച്ച് ഫൈബേഴ്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ അതിൻ്റെതായ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ റൈറ്റ് ഹാൻഡിനുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങളോട് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടേഴ്സിനെ തന്നെ കൺസൾട്ട് ചെയ്യണം. ഇതുപോലത്തെ ചെറിയ ചെറിയ മുഴകളും കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല. പോവുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അപ്പം തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അല്ലാതെ ഇത് വെച്ചുകൊണ്ടിരിക്കും തോറും അത് വേറൊരു സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ അത് മസ്റ്റായിട്ട് നല്ലൊരു ഡോക്ടറിനെ കണ്ട് നിങ്ങളത് ചെയ്യണം. ഞാൻ ഡോക്ടർ പോൾ അഗസ്റ്റിൻ എന്ന ഡോക്ടറിൻ്റെ കീഴിലായിരുന്നു. സോ ഈസ് എ ഗുഡ് ഓൺകോളജിസ്റ്റ്. ഇപ്പം നമ്മൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് മുഴകളായാലും ഉറപ്പായിട്ടും കൊണ്ട് ഡയഗ്നോസ് ചെയ്യണം. നല്ല ഡോക്ടറിനെ കാണണം. 3 മാസം അല്ലെങ്കിൽ 6 months ഇടയിൽ നിങ്ങൾ ചെക്കപ്പ് ചെയ്യണം. ജസ്റ്റ് വലിയ രൂപയൊന്നും ആകത്തില്ല. ചെക്കപ്പ് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങൾ ചെക്കപ്പ് ചെയ്യണം. അത് ഒരിക്കലും നിങ്ങളത് തൊട്ട് മനസ്സിലാക്കിയ കറക്റ്റായിട്ട് അതെന്താണെന്നുള്ള ഡയഗ്നോസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പം മെന്നായാലും വുമണായാലും അത് ആ ഡോക്ടർ അറിയാമെന്നുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കണ്ടാൽ മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ അതെന്താണോ. ഇപ്പം എൻ്റെ കൈ ഇങ്ങനെ, ഞാൻ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് പാർഫുഡ്. അതിൽ തന്നെ ഇരുന്നപ്പം ആദ്യം പറഞ്ഞ ലൈപ്പോമ എന്നാണ്. സോ അല്ല, ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അത് കണ്ട് തൊട്ട് മനസ്സിലാക്കിയപ്പോൾ അവർ എന്നാ പറഞ്ഞു, ഒന്നിൽ സാർക്കോമ അല്ലെങ്കിൽ ഹിമാൻജിയോമ. സോ നിങ്ങൾ ഡയഗ്നോസ് നേരത്തെ ചെയ്യണം. നമ്മളെല്ലാവരും മടിക്കും. ഞാനും ഇവൻ മടിച്ചു തന്നെ ഇരുന്ന ഒരു കേസായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷനാക്കിയ ഒരു സംഭവമായിരുന്നു. നമ്മൾ പറയണം, നിങ്ങളെല്ലാവരും ഇൻഷുറൻസ് എടുക്കുക. അതേപോലത്തെ ഒരു ടേം പോളിസി ഇസ് ഇമ്പോർട്ടൻറ്റ്, എടുത്തു വയ്ക്കുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. 2025 കഴിഞ്ഞു, അത് പോട്ടെ. ഇനി ബാക്കിലോട്ട് ചിന്തിച്ച് നിങ്ങളെ വെറുതെ ഓവർ തിങ്കിങ് ആക്കണ്ട. 26 ഇനിയിപ്പം നെക്സ്റ്റ് ഡേ തൊട്ട് 2026 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സന്തോഷവാനായി എല്ലാ ആഗ്രഹങ്ങളും നടത്തിക്കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ന്യൂ ഇയർ.